എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. KGTE യോഗ്യതയുള്ള പോസ്റ്റുകളിലേക്ക് നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ക്ലർക്ക് ടൈപ്പിസ്റ്റ് 2017 ക്വസ്റ്റ്യൻ പേപ്പറിലെ 20 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കാണുക. അതുപോലെ തന്നെ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നതിലൂടെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്ത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പേസ് ലെഫ്റ്റ് ബിറ്റ്വീൻ ദ മാർജിൻ ആൻഡ് ദ സ്റ്റാർട്ട് ഓഫ് എ പാരഗ്രാഫ് ഈസ് കോൾഡ്. ദ സ്പേസ് ലെഫ്റ്റ് ബിറ്റ്വീൻ മാർജിൻ ആൻഡ് ദ സ്റ്റാർട്ട് ഓഫ് എ പാരഗ്രാഫ് ഈസ് കോൾഡ്. അതായത് ഒരു പേജിൻ്റെ മാർജിനും അതുപോലെ തന്നെ പാരഗ്രാഫിൻ്റെയും ഇടയിൽ, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വിട്ടിട്ടിരിക്കുന്ന സ്പേസിന് പറയുന്ന പേരാണ് ഇൻഡൻറ്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, എ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് അപ്പിയേഴ്സ് ലിറ്റിൽ ബിലോ ദ നോർമൽ ടെക്സ്റ്റ് ഈസ് കോൾഡ്. എ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് അപ്പിയേഴ്സ് ലിറ്റിൽ ബിലോ ദ നോർമൽ ടെക്സ്റ്റ് ഈസ് കോൾഡ് സബ്സ്ക്രിപ്റ്റ് ആണ്. അതായത് നമ്മൾ സാധാരണ ടെക്സ്റ്റ്, നോർമൽ ടെക്സ്റ്റിൻ്റെ ബിലോ ആയിട്ട് വരുന്ന ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സിനെയാണ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ഉപയോഗിച്ചാൽ, നമ്മൾ ഈ ഫോർമുലാസ് എഴുതുമ്പോൾ അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുലാസൊക്കെ എഴുതുമ്പോൾ ഇവിടെ H2O എന്നുള്ള ആ ഒരു ഇത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സബ്സ്ക്രിപ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇനി സ്ക്വയറൊക്കെ എഴുതുകയാണെങ്കിൽ, ഇപ്പോൾ 2 സ്ക്വയർ എന്നൊക്കെ എഴുതുകയാണെങ്കിൽ സൂപ്പർ സ്ക്രിപ്റ്റാണ് ഉപയോഗിക്കുന്നത്. അതായത് സാധാരണ എഴുതുന്ന ലെറ്റേഴ്സിൻ്റെ ആ ഒരു ലൈനിൽ നിന്നും കുറച്ച് താഴെയോ അല്ലെങ്കിൽ കുറച്ച് മേലെയോ ആയിട്ട് വരുന്നതാണ് സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഐറ്റം അപ്പിയേഴ്സ് ഡിംലി ബിഹൈൻഡ് ദ മെയിൻ ബോഡി ടെക്സ്റ്റ്. വിച്ച് ഐറ്റം അപ്പിയേഴ്സ് ഡിംലി ബിഹൈൻഡ് ദ മെയിൻ ബോഡി ടെക്സ്റ്റ്. ആൻസർ വാട്ടർമാർക്കാണ്. അപ്പോൾ ഈ വാട്ടർമാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പലപ്പോഴായിട്ട് റിപ്പീറ്റഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞപ്പോഴും അതിലും റിപ്പീറ്റഡായിട്ട് വന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ വാട്ടർമാർക്കിൻ്റെ വിവിധതരം ഒരേ വാട്ടർമാർക്ക് എന്ന് ഉത്തരം വരുന്ന ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത് പറയുന്നത് മെയിൻ ബോഡി ടെക്സ്റ്റിൻ്റെ പിന്നിലായിട്ട് ഒരു ഡിമ്മായിട്ട് വരുന്ന സിമ്പിൾസോ ലെറ്റേഴ്സോ പിക്ചേഴ്സോ ഒക്കെയാണ് വാട്ടർമാർക്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദ ബൈൻഡിങ് സൈഡ് ഓഫ് പേജ് വെൻ പ്രിൻറ്റിംഗ് ഈസ് കോൾഡ്. മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദ ബൈൻഡിങ് സൈഡ് ഓഫ് പേജ് വെൻ പ്രിൻറ്റിംഗ് ഈസ് കോൾഡ് ഗട്ടർ മാർജിൻ. ഗട്ടർ മാർജിനും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഈ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബൈൻഡിങ് സൈഡ്, പേജിൻ്റെ ബൈൻഡിങ് സൈഡിൽ ആഡ് ചെയ്യുന്ന മാർജിനാണ് ഗട്ടർ മാർജിൻ എന്ന് പറയും. അതായത് ഈ ബൈൻഡിങ്ങിൻ്റെ സമയത്ത് മാർജിൻ കുറച്ച് കൂടുതൽ പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബൈൻഡിങ്ങിന് ആവശ്യമായിട്ടുള്ള മാർജിൻ ഒഴിവാക്കുന്നതിനാണ് ആ മാർജിനെയാണ് ഗട്ടർ മാർജിൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബൈ പ്രസ്സിങ് F12 വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഹാപ്പൻ. ബൈ പ്രസ്സിങ് F12 വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഹാപ്പൻ. അതായത് F12 എന്നുള്ള ഫംഗ്ഷൻ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, സേവ് ആസ് ഡയലോഗ് ബോക്സ് വിൽ ഓപ്പൺ. അതായത് സേവ് ആസ് ഡയലോഗ് ബോക്സ് തുറന്നു വരും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ മെർജ് പ്രോസസ്. അപ്പോൾ ഇതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാം. എഡിറ്റ് എ ഡാറ്റ സോഴ്സ്, സോർട്ട് ദ ഡാറ്റ സോഴ്സ് റെക്കോർഡ്സ്, മെർജ് ദ 2 ഫയൽസ് ടു പ്രിൻറ്റ് ഓർ ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെൻറ്റ്, ഫോർമാറ്റ് എ മെയിൻ ഡോക്യുമെൻറ്റ്. അപ്പോൾ താഴെ പറയുന്നവയിൽ മെർജ് പ്രോസസ്സ് അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഒന്നുകൂടി പറയാം. ഓപ്ഷൻ എ, എഡിറ്റ് എ ഡാറ്റ സോഴ്സ്. ഓപ്ഷൻ ബി, സോർട്ട് ദ ഡാറ്റ സോഴ്സ് റെക്കോർഡ്സ്. ഓപ്ഷൻ സി, മെർജ് ദ 2 ഫയൽസ് ടു പ്രിൻറ്റ് ഓർ ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെൻറ്റ്. ഓപ്ഷൻ ഡി, ഫോർമാറ്റ് എ മെയിൻ ഡോക്യുമെൻറ്റ്. അതിൽ ആൻസർ ആയിട്ട് വരുന്നത് സോർട്ട് ദ ഡാറ്റ സോഴ്സ് റെക്കോർഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, റെഗുലർ, ഇറ്റാലിക്സ്, ബോൾഡ് ഇറ്റാലിക് ആർ നോൺ ആസ്. ആൻസർ, ഫോണ്ട് സ്റ്റൈൽസ് ആണ്. അതായത് റെഗുലർ, ഇറ്റാലിക്സ്, ബോൾഡ് ഇറ്റാലിക് തുടങ്ങിയവയൊക്കെ ഫോണ്ട് സ്റ്റൈൽസിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ,
ബൈ യൂസിങ് Ctrl+P വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഹാപ്പൻ. അതായത് Ctrl+P ഷോർട്ട് കട്ട് കീ ആയ Ctrl+Pൻ്റെ ഉപയോഗം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്പൺ പ്രിൻറ്റ് ഡയലോഗ് ബോക്സ്. അതായത് പ്രിൻറ്റ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ Ctrl+P എന്നുള്ള ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കീ ഡിലീറ്റ്സ് ദ ക്യാരക്ടേഴ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ കേഴ്സർ. അതായത് ഏത് കീ ആണ് കേഴ്സറിൻ്റെ ലെഫ്റ്റ് ഭാഗത്തുള്ള ക്യാരക്ടേഴ്സിനെ ഡിലീറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ബാക്ക് സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ അല്ല, ഡിലീറ്റ് കീൻ്റെ ഫംഗ്ഷൻ വെച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിലീറ്റ് കീയിലാകുമ്പോൾ കേഴ്സറിൻ്റെ റൈറ്റ് സൈഡിലുള്ള ക്യാരക്ടറാണ് ഡിലീറ്റ് ആവുന്നത്. ഇവിടെ ബാക്ക് സ്പേസ് ആകുമ്പോൾ കേഴ്സറിൻ്റെ ലെഫ്റ്റിലുള്ള ക്യാരക്ടറാണ് ഡിലീറ്റ് ആവുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. രണ്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്, രണ്ടും ഓപ്ഷനിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് മാറിപ്പോവാണ്ട് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് പേജ് ഓറിയൻറ്റേഷൻ ഓഫ് എ ഡോക്യുമെൻറ്റ്. അപ്പോൾ പേജ് ഓറിയൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും കണ്ടിട്ടില്ല. അപ്പോൾ പേജ് ഓറിയൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് പേജ് ഓറിയൻറ്റേഷൻ ഓഫ് എ ഡോക്യുമെൻറ്റ്. ആൻസർ പേജ് ഓറിയൻറ്റേഷൻ ക്യാൻ ബി ചേഞ്ച്ഡ് അറ്റ് എനി ടൈം. അതായത് പേജ് ഓറിയൻറ്റേഷൻ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. പേജ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പാണ്, ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും. അതിൽ പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് വൈഡ് ആൻഡ് ടോൾ ഫോർമാറ്റിലേക്ക് പേജിന് മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേജ് ഓറിയൻറ്റേഷൻ ഒന്ന് ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ചോദിക്കാം, സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ പേജ് ഓറിയൻറ്റേഷൻ്റെ ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും ഏതാണ് ടോൾ ഫോർമാറ്റിലുള്ള ഫോർമാറ്റ് അല്ലെങ്കിൽ വൈഡ് ഫോർമാറ്റിലുള്ളത് എന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ അപ്പിയർ ഓൺ ദ സ്ക്രീൻ ഇഫ് പ്രസ് Shift+7 short key. What will appear on the screen if press Shift+7 short key. അതായത് Shift+7 എന്നുള്ള ഷോർട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സ്ക്രീനിൽ അപ്പിയർ ചെയ്യുക, എന്താണ് വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് സിമ്പിളാണ് Shift+7. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ ലൈൻ ത്രൂ ദ മിഡിൽ ഓഫ് എ സെലക്റ്റഡ് ടെക്സ്റ്റ് ഈസ് നോൺ ആസ്. ഡ്രോ എ ലൈൻ ത്രൂ ദ മിഡിൽ ഓഫ് എ സെലക്റ്റഡ് ടെക്സ്റ്റ് ഈസ് നോൺ ആസ്. ആൻസർ സ്ട്രൈക്ക് ത്രൂ ആണ്. അതായത് സ്ട്രൈക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ സെലക്റ്റഡ് ടെക്സ്റ്റിൻ്റെ നടുവിലൂടെ ഒരു ലൈൻ വരുന്നതിനാണ് സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കീ യൂസ് ടു മൂവ് ദ കേഴ്സർ ബൈ എ ഫിക്സഡ് നമ്പർ ഓഫ് സ്പേസസ് ഈസ് ദ കീ യൂസ് ടു മൂവ് ദ കേഴ്സർ ബൈ എ ഫിക്സഡ് നമ്പർ ഓഫ് സ്പേസസ് ഈസ് ദ ടാബ് കീ ആണ് നമ്മൾ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് സ്പേസിലേക്ക് കേഴ്സറിനെ പെട്ടെന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ഫോർ ഡിലീറ്റിംഗ് ദ സെലക്റ്റഡ് ഐറ്റം പെർമനൻ്റ്ലി വിതൗട്ട് പ്ലേസിംഗ് ദ ഐറ്റം ഇൻ ദ റീസൈക്കിൾ ബിൻ. അപ്പോൾ ഇതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ഫോർ ഡിലീറ്റിംഗ് ദ സെലക്റ്റഡ് ഐറ്റം പെർമനൻ്റ്ലി വിതൗട്ട് പ്ലേസിംഗ് ദ ഐറ്റം ഇൻ ദ റീസൈക്കിൾ ബിൻ. അതായത് താഴെ പറയുന്ന ഏത് ഷോർട്ട് കട്ട് കീ ആണ് പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് റീസൈക്കിൾ ബിന്നിൽ പ്ലേസ് ചെയ്യാതെ പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ Shift+Delete ആണ്. Shift+Delete. അടുത്ത ക്വസ്റ്റ്യൻ, ദ എബിലിറ്റി ടു കമ്പൈൻ നെയിം ആൻഡ് അഡ്രസ്സസ് വിത്ത് എ സ്റ്റാൻഡേർഡ് ഡോക്യുമെൻറ്റ് ഈസ് കോൾഡ്. ആൻസർ മെയിൽ മെർജ്. അപ്പോൾ മെയിൽ മെർജുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുക. മെയിൽ മെർജ് എന്നുള്ള ആൻസർ പഠിച്ചു വെച്ചിട്ടില്ലെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. ദ എബിലിറ്റി ടു കമ്പൈൻ നെയിം ആൻഡ് അഡ്രസ്സസ് വിത്ത് എ സ്റ്റാൻഡേർഡ് ഡോക്യുമെൻറ്റ് ഈസ് കോൾഡ് മെയിൽ മെർജ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് വേർഡ് പ്രോസസ്സർ ഇൻ ലിനക്സ് പ്രോസസ്സിംഗ് സിസ്റ്റം. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് വേർഡ് പ്രോസസ്സർ ഇൻ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൻസർ റൈറ്റർ. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് വേർഡ് പ്രോസസ്സർ ഇൻ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. റൈറ്റർ. അതായത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ വേർഡ് പ്രോസസ്സറായിട്ട് ഉപയോഗിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്ററാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്വിക്ക് ആക്സസ് ടു കോമൺലി യൂസ്ഡ് കമാൻഡ്സ് ആൻഡ് ടൂൾസ്. വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്വിക്ക് ആക്സസ് ടു കോമൺലി യൂസ്ഡ് കമാൻഡ്സ് ആൻഡ് ടൂൾസ്. ആൻസർ ടൂൾബാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, Ctrl+N ഈസ് യൂസ്ഡ് ടു. Ctrl+N എന്നുള്ള ഷോർട്ട് കട്ട് കീ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂ ഡോക്യുമെൻറ്റ്.
ന്യൂ ഡോക്യുമെൻറ്റിന് വേണ്ടിയിട്ടാണ് Ctrl+N എന്നുള്ള ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കുന്നത്. In which of the following option is used for inserting decorative text in a document? ഇതും റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ഡോക്യുമെൻറ്റിലേക്ക് ഡെക്കറേറ്റീവ് ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വേർഡ് ആർട്ടാണ്. വേർഡ് ആർട്ട് എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റീവ് ടെക്സ്റ്റാണ് വരിക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിയേറ്റ് എ ലാർജ് ക്യാപിറ്റൽ ലെറ്റർ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ പാരഗ്രാഫ് ഈസ് നെയിംഡ് ആസ്. Create a large capital letter at the beginning of a paragraph is named as. Answer drop cap. അപ്പം ഡ്രോപ്പ് ക്യാപ്പിൻ്റെയും സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു പാരഗ്രാഫിൻ്റെ തുടക്കത്തിൽ വലിയൊരു ലാർജ് ഇനീഷ്യൽ ക്യാപിറ്റൽ ലെറ്റർ, അതായത് തുടക്കത്തിൽ ലാർജ് ക്യാപിറ്റൽ ലെറ്റർ ഒറ്റൊരു ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററായിട്ട് വലുതായിട്ട് കാണിക്കുന്നതിനാണ് ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.